ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ബെൻസ് ഭയങ്കര സ്പെഷ്യൽ ആണെന്നുള്ളത്. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടിയുടെ കിലോമീറ്റർ നിങ്ങളെ ഞെട്ടിക്കാൻ പോയി. ഈ വണ്ടിയുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞെട്ടും. ഈ വണ്ടിയുടെ കിലോമീറ്റർ എത്രയാണെന്ന് അറിഞ്ഞാൽ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറഞ്ഞ വീഡിയോ മുഴുവനായിട്ട് കാണാം. ചെറിയൊരു വീഡിയോ ആണ്, വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 2007 മോഡൽ 3rd ഓണർഷിപ്പിലാണ് വരുന്നത്. 5 സ്പീഡ് ഓട്ടോമാറ്റിക് പെട്രോൾ V4 ആണ് വരുന്നത്. 1.8 ആണ് ഇതിന്റെ CC വരുന്നത്. പിന്നെ ഇതിന് 9 to 10 സെക്കൻഡ്സ് വരെ മതി 100 കിലോമീറ്റർ സ്പീഡ് അച്ചീവ് ചെയ്യാനായിട്ട്. സോ ഇതിന്റെ ഇന്റീരിയർ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്റീരിയർ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിക്കോ. ഈ ഡോറിന്റെ ഭാഗത്തേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ യാതൊരു റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങളൊന്നും നമുക്ക് കാണാനില്ല. കാരണം ആ പേസ്റ്റിംഗ് ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇതൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കണം കേട്ടോ. ഇനി ഇതിന്റെ കിലോമീറ്റർ ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. എല്ലാവരും വീഡിയോ ഹോൾഡ് ചെയ്യുക. കുറച്ചുകൂടി ഇറക്കി പിടിച്ച് കാണിച്ചു കൊടുക്കും, വേണം അവർക്കത് മനസ്സിലാവുക. ഇത് പിന്നെ സീറ്റൊക്കെ നോക്കിയാൽ സീറ്റൊക്കെ നല്ല ബ്രാൻഡ് ന്യൂലാണ് സീറ്റിംഗ് നിൽക്കണത്. ഡ്രൈവിംഗ് സീറ്റ് നോക്കിക്കോ. ഡ്രൈവിംഗ് സീറ്റൊക്കെ നല്ല നീറ്റ് കണ്ടീഷനിലാണ് ഡ്രൈവിംഗ് സീറ്റ് നിൽക്കണത്. പിന്നെ ഈ ബോഡി ലെവൽ പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് ബോഡിയൊക്കെ ചെറിയ റീപെയിൻസ് വന്നിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് ഈ കളർ കാണുമ്പോൾ ചെറുതായിട്ട് മനസ്സിലാവുണ്ടാവും ചെറിയ റീപെയിന്റ്. അതായത് ഇന്നത് ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ വീഡിയോയിൽ ചിലപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. പിന്നെ റിയറിലേക്ക് വരാണെന്നുണ്ടെങ്കിലും സീറ്റ് അടിപൊളിയാണ്. മേജറായിട്ടുള്ള ആക്സിഡൻസ് കാര്യങ്ങളൊന്നും ഇല്ല. ഇതേ സൺറൂഫ് മുകളിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള സൺറൂഫ്, വർക്കിംഗ് ആയിട്ടുള്ള സൺറൂഫ് ഉണ്ട്. ടയർ കണ്ടീഷനൊക്കെ കണ്ടില്ലേ നിങ്ങൾ? ടയറൊക്കെ അത്രയും പക്ക നീറ്റാണ്. ടയർ കാണിച്ചു കൊടുക്കുക. ടയർ നോക്കൂ ഗൈസ്, പക്കയാണതേ. ടയർ കാണിച്ചു കൊടുത്താ ടയർ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഫ്രണ്ട് ടയറും അടിപൊളിയായിട്ട്, ഫ്രണ്ട് ടയറും നമുക്ക് നല്ല നീറ്റ് ആയിട്ട് തന്നെ കാണാം. അപ്പൊ നിങ്ങളെ ഡീറ്റെയിൽഡ് ആയിട്ട് വണ്ടി കാണിച്ചു തരാന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. ഇപ്പൊ ബാക്ക് സൈഡിലേക്ക് വരാണെന്നുണ്ടെങ്കിലും വേറെ മേജർ സ്ക്രാച്ചുകൾ കാര്യങ്ങളൊന്നും തന്നെ വണ്ടിക്ക് വന്നിട്ടില്ല. ഇനി ഈ സൈഡിൽ വരാണെന്നുണ്ടെങ്കിലും അലോയ് ഉണ്ട്. ഇവിടെ ചെറിയൊരു ഡെന്റ്, കുഞ്ഞ ഡെന്റ് പോലെ ഇവിടെ കാണുന്നുണ്ട്. കുഞ്ഞിത്, വളരെ കുഞ്ഞിത്, അതായത് എന്തോ ഒരു തട്ടിയിട്ടുള്ള ചെറിയൊരു ഡെന്റ് പോലെ കാണാനുള്ളത്. മേജർ അല്ല, മേജർ ഗ്ലാസ് റീപ്ലേസ് ഒന്നും ഇല്ല കേട്ടോ. അതെ, ഈ ഗ്ലാസ് നോക്കി കഴിഞ്ഞാൽ 2006 ഗ്ലാസ് തന്നെയാണ് വരുന്നത്. അതിന് വേറെ സ്പെഷ്യലായിട്ടുള്ള ആക്സിഡൻസ് കാര്യങ്ങളൊന്നും വണ്ടിക്ക് വന്നിട്ടില്ല കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് നമ്മളെല്ലാ വീഡിയോയിലും നമ്മുടെ പരാതിയാണ് നിങ്ങൾ എഞ്ചിൻ റൂം കാണിച്ചില്ല, എഞ്ചിൻ റൂം കാണിച്ചില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ എഞ്ചിൻ റൂം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ ബോണറ്റ് തുറക്കട്ടെ. തുറന്നിട്ട് എഞ്ചിൻ റൂം കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാവും. ഞാൻ യെസ്, അപ്പോൾ എഞ്ചിൻ റൂം നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ക്വാളിറ്റി ഒന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ കിലോമീറ്റർ എത്ര ഓടിയേക്കണേന്ന് പറഞ്ഞുതരാം. ഇതേ കാണിച്ചു കൊടുത്തേ, ഈ ഭാഗമൊക്കെ കാണിച്ചു കൊടുക്കൂ. ഇതേ ഇവിടെ ഒന്നും ആക്സിഡന്റ് ഇല്ല. ഇതൊക്കെ കമ്പനി ഫിനിഷിംഗിൽ തന്നെയാണ് വണ്ടിയിലൊക്കെ എടുക്കണത്. കുഴപ്പമില്ല. അതെ, ഇവിടെ ഒന്നും ആക്സിഡൻസ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. ഇവിടെ ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. കമ്പനിയുടെ ബ്രാൻഡ് സംഭവങ്ങൾ തന്നെയാണ്, പാർട്സ് തന്നെയാണ് വണ്ടിക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആക്ച്വലി ഇൻട്രസ്റ്റഡ് ആവുകയാണെങ്കിൽ കണ്ട, ഇതൊന്നും വേറെ ആക്സിഡന്റ് ഒന്നും വന്നിട്ടില്ല. മേജർ ആയിട്ടുള്ള ആക്സിഡൻസ് വന്നിട്ടില്ല. ബാക്കിയൊക്കെ നിങ്ങൾ വന്നിട്ടുള്ള ചെക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചിരുന്നു എന്ന് വിചാരിച്ചിട്ട് ഇതിന്റെ പ്രശ്നങ്ങൾ ഫുള്ള് ഞാൻ പറയണു അഡ്രസ്സ് ചെയ്യണമെന്നല്ല. അഡ്രസ്സ് ചെയ്യാനായിട്ട് നമുക്ക് അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോളജും ഇല്ല. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നേരിട്ട് വന്ന് ചെക്ക് ചെയ്യുക. പക്ഷേ ഇതിന്റെ കിലോമീറ്റർ ഞാൻ കേട്ടപ്പോൾ ഞെട്ടി. പിന്നെ ഇതിന്റെ ലുക്കും കണ്ടീഷനും കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് മേ ബി ശരിയായിരിക്കും. ഈ കിലോമീറ്റർ എന്ന് പറയുന്നത് വെറും 50,000 കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം തന്നെയാണ്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് വേഗം വായിച്ചു നോക്കിയിട്ട് ജസ്റ്റ് വാട്സാപ്പ് ചെയ്താൽ വണ്ടി കാണാനുള്ള സംവിധാനം ചെയ്തുതരാം. പ്രൈസ് പറയുന്നത് 4,99,000. അതിൽ ചെറിയ നെഗോസിയേഷൻ നമുക്ക് പറ്റും. പിന്നെ ഇതിന്റെ ലൊക്കേഷനും കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ തൃശ്ശൂർ ടൗണിൽ നിന്ന് ഒരു 2-3 കിലോമീറ്റർ മാറി ചെമ്പൂക്കാവ് അടുത്തുള്ള ലൊക്കേഷനിലാണ് വണ്ടി കിടക്കുന്നത്. സോ അതൊരു പേഴ്സണൽ യൂസ് വണ്ടിയാണ്. അവരിൽ തന്നെ നമുക്ക് നേരിട്ട് കണക്ട് ചെയ്ത് മേടിച്ചു തരാനായിട്ട് എനിക്ക് പറ്റും ചെയ്യും. നമ്മുടെ പേജിന്റെ പ്രത്യേകത അത് തന്നെയാണ്. നമ്മൾ പേഴ്സണൽ യൂസ് വണ്ടികൾ മാത്രമാണ് കൂടുതൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്യണം. സോ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.